ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നമ്മളുടെ രാജ്യത്തും സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വളരെയധികം നാശം വിതച്ചതും അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു പല ഭാഗത്തും ഒക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തെ വിറപ്പിച്ച അൽഖ്വയ്ദ എന്ന് പറയുന്ന ടെറർ നെറ്റ്വർക്ക് പഴയതിലും വളരെ ശക്തമായിട്ട് വളർന്ന് ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് യുഎന്റെ സെക്യൂരിറ്റി കൗൺസിൽ മോണിറ്ററിംഗ് ടീം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, 9/11 സെപ്റ്റംബർ വേൾഡ് ട്രേഡ് സെന്റർ അമേരിക്കയിൽ തകർത്ത് ഏകദേശം 10,000-3000 ആൾക്കാരുടെ ജീവനെടുത്ത അൽഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടനയെ കുറിച്ചാണ് ഈ പറയുന്നത്. അന്നുണ്ടായിരുന്നതിനേക്കാളും അല്ലെങ്കിൽ ആ സമയത്തിന് മുമ്പ് ഉണ്ടായിരുന്ന അൽഖ്വയ്ദയെക്കാളും 50 മടങ്ങ് വളർന്ന് ഏകദേശം 25,000-ഓളം തീവ്രവാദികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട്, വളരെ പ്രബലമായ ഒരു തീവ്രവാദ ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് നമ്മളെ കൺവിൻസ് ചെയ്യുന്നത്. അതായത് അമേരിക്കയുടെ നേതൃത്വത്തിലൊക്കെ ഒരു മൾട്ടിനാഷണൽ എഫർട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവരെ ഒതുക്കുവാൻ വേണ്ടി. പക്ഷെ അതൊന്നും സാധിച്ചില്ല. അവരെ റീഗ്രൂപ്പ് ചെയ്ത് ലോകത്തിന്റെ പല ഭാഗത്തും വളരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നിന്ന് റീഗ്രൂപ്പ് ചെയ്ത് ഏകദേശം 10-50 മടങ്ങ് ഓളം വളർന്ന് വലുതായി. അത് ലോകത്തിന് വളരെയധികം ഭീതിയും പേടിയും ഒക്കെ നൽകുന്ന ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുഎന്റെ മോണിറ്ററിംഗ് ഗ്രൂപ്പാണ്, അതായത് സെക്യൂരിറ്റി കൗൺസിലിന്റെ മോണിറ്ററിംഗ് ഗ്രൂപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 9/11 സംഭവിക്കുന്ന സമയത്തുള്ള അൽഖ്വയ്ദയെക്കാളിലും ഇപ്പോൾ 25,000-ഓളം വരുന്ന തീവ്രവാദികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഒരു സംഖ്യ എത്രത്തോളം ഇത് കൃത്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബ്രിട്ടന്റെ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ബ്രിട്ടീഷ് MI6 മിലിറ്ററി ഇന്റലിജൻസ് അവര് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പക്കലുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ റിപ്പോർട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രത്തോളം ആൾക്കാർ അൽഖ്വയ്ദയിലുണ്ട് എന്നുള്ള റിപ്പോർട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവര് ഇതുവരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പണ്ട് ബോംബിങ്ങും മറ്റതൊക്കെ ഉണ്ടായിട്ടും, നാറ്റോയുടെ ഒക്കെ മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിട്ടും, അവർ ആയുധങ്ങൾ താഴെ വയ്ക്കാനോ അല്ലെങ്കിൽ അവരെ ഇത് ഡിസോൾവ് ചെയ്യാനോ അവരെ പിരിച്ചുവിടാനോ ഇതുവരെ അവര് റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ ശ്രമിച്ചിട്ടില്ല. അതിന് പകരം അവരെ റീഗ്രൂപ്പ് ചെയ്തിട്ട് വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്തും എപ്പോഴും വളരെ ശക്തമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നടത്തുവാൻ കഴിയുന്ന വിധത്തിൽ അവർ മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ റിക്രൂട്ട്മെന്റ് ടാക്ടിക്സ് ഒക്കെ തന്നെ മാറിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മാറുന്ന കാലത്തിനനുസരിച്ച് എല്ലാവരും മാറില്ല. അപ്പൊ അതുകൊണ്ട് അൽഖ്വയ്ദയ്ക്ക് മാറിയേ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോഴത്തെ അൽഖ്വയ്ദ തീവ്രവാദികൾ പഴയതിലൊക്കെ തന്നെ വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. പണ്ട് അവരുടെ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ അഫിലിയേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, സബ്സിഡറി ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഒക്കെ തന്നെ, അതിലേക്ക് അവരുടെ ചേരുന്ന തീവ്രവാദികളിൽ പലർക്കും അവരുടെ ശരിക്കുമുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ അങ്ങനെ ചേരുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പറഞ്ഞ സെപ്റ്റംബർ 11 അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്ന സമയത്തുണ്ടായിരുന്ന അൽഖ്വയ്ദയിലേക്ക് അന്ന് അവര് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിരുന്നു പറഞ്ഞാല് ഐഡിയോളജിയുടെ ബേസിലായിരുന്നു, റാഡിക്കൽ ഇസ്ലാമിന്റെ ബേസിലായിരുന്നു. അവരെ ആൾക്കാരെ ഈ പറഞ്ഞ മെർസണറീസിനെ അല്ലെങ്കിൽ മിലിറ്റൻസിനെ അവരുടെ അൽഖ്വയ്ദ ഗ്രൂപ്പിലേക്ക് അവർ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഐഡിയോളജിയുടെ ബേസിലൊക്കെ തന്നെയാണ് അവർ പറയുന്നതും അല്ലെങ്കിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ. പക്ഷെ അവര് ലോകത്തില് വെസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ആഫ്രിക്ക, അതുപോലെ തന്നെ ആഫ്രിക്കയുടെ മറ്റു പല ഭാഗത്ത്, അഫ്ഗാനിസ്ഥാൻ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ തന്നെ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ പല വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റിൽ ഇപ്പം റിച്ച് ആയിട്ടുള്ള സൗദി അല്ലെങ്കിൽ UAE, ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങളല്ല. അവിടേക്ക് ഒരു പക്ഷേ അവരുടെ ഏറ്റവും ഉന്നത തലത്തിലുള്ള നേതൃത്വമൊക്കെ തന്നെ കാണുമായിരിക്കും, ഖത്തർ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ.
ടർക്കി, ഇവരെക്കാളിലും വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെയുണ്ട്. മിഡിൽ ഈസ്റ്റും അതുപോലെ നോർത്ത് ആഫ്രിക്കയിലൊക്കെ തന്നെ, സുഡാൻ, സൊമാലിയ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ. അപ്പൊ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അവരുടെ ഓപ്പറേഷൻസ് കൂടുതൽ ഹിഡനായിട്ടും ഒക്കെ തന്നെ. കാരണം അവരുടെ റിക്രൂട്ട്മെന്റും അവരുടെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പ്സിന്റെ ലീഡർഷിപ്പ് ഒക്കെ തന്നെ, ലോക്കൽ ലീഡർഷിപ്പ് ഒക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ തന്നെ. അപ്പൊ ഈ ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പൂറായിട്ടുള്ള വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ തന്നെ അവര് ചൂഷണം ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങളെ ഇതിലേക്ക് അവരെ ലൂർ ചെയ്യുന്നത്, ആകർഷിക്കുന്നത്. അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം വളരെ തുച്ഛമായിട്ടുള്ള. കാരണം ഇവർക്കൊക്കെ നമുക്കറിയത്തില്ല, ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും മന്ത്ലി ബേസിൽ ഏതെങ്കിലും സാലറി, തുച്ഛമായിട്ടുള്ള സാലറി കൊടുത്തു, അല്ലെങ്കിൽ അവിടെ ഫാമിലിക്ക് ഏതെങ്കിലും ഒരു ലംസം, തുച്ഛമായിട്ടുള്ള ഏതെങ്കിലും ലംസം എമൗണ്ടോ കൊടുത്തൊക്കെ ആയിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള അറിവും ബോധമൊന്നും കാണത്തില്ലെന്നല്ല, ഇല്ല. കാരണം അറിവും വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും ഉള്ള ടീമൊന്നും അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലേക്ക് വരുന്നതും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടാകും. കാരണം ലോകത്തിലെ ഏറ്റവും പട്ടിണിയും ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിനകത്തൊക്കെ പിന്നെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് ചേരുന്നതൊക്കെ. അവിടെ തീർച്ചയായിട്ടും അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഫൈനാൻഷ്യൽ സഹായങ്ങൾ കൊടുത്തിട്ടായിരിക്കും ഇതിലേക്ക് അവരെ ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പഴയതിൽ നിന്നും ഇപ്പോൾ ഉള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അവരുടെ ഈ പറഞ്ഞ പഴയതിലും വ്യത്യസ്തമായിട്ട് അവര് ഈ ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മാറ്റങ്ങളൊക്കെ തന്നെ അവർ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം മാറുന്ന കാലത്തിനനുസരിച്ച് അവർക്കും മാറിയേ പറ്റത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പറഞ്ഞാല് ഇപ്പം അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ഓപ്പറേഷന് വേണ്ടി. അതായത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ എന്താണ് ഡ്രോൺസ് ടെക്നോളജി, അതുപോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുന്ന വീഡിയോകൾ ഉണ്ടാക്കുന്ന ടെക്നോളജി, ഇതൊക്കെ തന്നെ അവര്. കാരണം നമുക്കറിയാം മുഖ്യധാരയിലുള്ള ടെക്നോളജി ഒന്നും അവർക്ക് പിന്നെ അക്സസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ മുഖ്യധാരയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള എന്നുവെച്ചാൽ നമ്മുടെ ലോകം മുഴുവനും നമ്മുടെ സാമൂഹ്യ തലത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ടെക്നോളജീസ് ഒന്നും തന്നെ ഒരുപക്ഷെ അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അവരെ ആ രീതിയിൽ അവരെ ഇപ്പം ലോകത്തിന്റെ പല ഭാഗത്തുള്ള പല രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഒക്കെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ മറ്റേതെങ്കിലുമൊക്കെ രീതിയിലുള്ള ടെക്നോളജികൾ സ്വായത്തമാക്കിക്കൊണ്ടാണ് അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ തന്നെ അവര് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളൊരു മാറ്റമാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 10-11 വയസ്സ് പ്രായമുള്ള കുട്ടികളെയൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ തോക്ക് കൊടുത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പരിശീലിപ്പിക്കുന്നത് എന്നും ഈ റിപ്പോർട്ടിനകത്ത് നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ടെക്നോളജി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ വീഡിയോ ട്യൂട്ടോറിയൽസ്, ആംഡ് ഡ്രോൺസും എക്സ്പ്ലോസീവ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് ഒക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജി ഒക്കെ തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാനിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നതിന് ശേഷം അവിടെ തീവ്രവാദികളുടെ സേഫ് ഹേവനായി മാറിയെന്ന് മാത്രമല്ല, അൽ ഖ്വയ്ദയ്ക്ക് വേണ്ടി അവരുടെ ഗ്രൂപ്പിലേക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. താലിബാന്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ താലിബാന്റെ സഹായത്തോടുകൂടി, എല്ലാ അനുഗ്രഹ ആശിസ്സുകളോടും കൂടി. താലിബാൻ വന്നപ്പോൾ പറഞ്ഞ എന്താണ്, അഫ്ഗാനിസ്ഥാനിൽ ഇനി ഞങ്ങൾ ഭരണത്തിലിരിക്കുന്നിടത്തോളം കാലം ഒരു തീവ്രവാദ പ്രവർത്തനം ഉണ്ടാകത്തില്ല, തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അൽ ഖ്വയ്ദ ഇവിടെ താലിബാന്റെ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് അവിടെ തഴച്ചു വളരുകയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയല്ല, പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ, TTP എന്ന് പറയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡെഡ്ലി ആയിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പിനെ ട്രെയിനിങ്ങും അഡ്വൈസും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഒക്കെ തന്നെ കൊടുക്കുന്നത് അൽ ഖ്വയ്ദയാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നുണ്ട്. അപ്പം അത് താലിബാൻ അറിയാതെ എന്തായാലും അത് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് 2025 പാകിസ്ഥാനെ സംബന്ധിച്ച്, പാകിസ്ഥാന്റെ ഭരണകൂടത്തെ സംബന്ധിച്ച് വളരെ ഒരു ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ അവര് ഇത്രയും നാളും കാണാത്ത തരത്തിലുള്ള തീവ്രവാദ അറ്റാക്കുകളാണ് പാകിസ്ഥാൻ നേരിട്ടത്. അപ്പൊ ഈ അറ്റാക്കുകളെല്ലാം നടത്തിയിട്ടുള്ളത് TTP എന്ന് പറയും. TTPയും അതുപോലെ അൽ ഖ്വയ്ദയും കൂടെ കൂടിച്ചേർന്നുള്ള ഒരു ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്
ഈ പറഞ്ഞ TTPക്ക് അല്ലെങ്കിൽ തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാന് നൽകാൻ സാധിച്ചു. അപ്പൊ ഈ സഹായങ്ങളെല്ലാം കിട്ടുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാന്റെ മേൽനോട്ടത്തില് അൽഖ്വയ്ദ കൊടുക്കുന്ന ഈ TTPക്ക് കൊടുക്കുന്ന സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിലാണ് ഈ പറഞ്ഞ അറ്റാക്കുകളെല്ലാം തന്നെ അവിടെ നടന്നുകൊണ്ടിരുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. താലിബാൻ വരുന്നതിന് മുമ്പ് പാകിസ്ഥാനും താലിബാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പക്ഷേ താലിബാൻ അഫ്ഗാനിസ്ഥാൻ വന്നതിന് ശേഷം പാകിസ്ഥാനും താലിബാനും തമ്മിൽ വളരെ അത്ര സുഖകരമായിട്ടുള്ള അയൽബന്ധങ്ങളല്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിന്റെ വക്കോളം വരെ എത്തിയിട്ടുണ്ട്. അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെടിവെപ്പും ഇല്ലേ കടന്നാക്രമണവും ഒക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നേരിടുന്നത് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നാണ്. താലിബാന്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ താലിബാന്റെ പേട്രണേജിൽ അൽഖ്വയ്ദ വഴി TTP ആണ് പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിന്റെ വെളിച്ചത്തില് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ല തന്നെ ഇതൊരു ഓപ്പൺ സീക്രട്ട് ആണ്. കാരണം തെഹ്രിക്ക് താലിബാനാണ് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ബലൂചിസ്ഥാൻ വേറൊരു ഭാഗം, അത് സെപ്പറേറ്റ് ഒരു പിന്നെ തലവേദനയാണ്. അതിന് അപ്പുറം അതുകൂടാതെ പാകിസ്ഥാന്റെ ഭരണകൂടം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ തെഹ്രിക്ക് താലിബാന്റെ ഭാഗത്തു നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അൽഖ്വയ്ദ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അഫ്ഗാനിസ്ഥാനിലെ തെക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ വളരെ ശക്തമാണ്, ആക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അവിടെ വീണ്ടും ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറയുന്ന വലിയൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുണ്ട്. അവര് വളരെയധികം സ്വാധീനമുള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റേൺ അഫ്ഗാനിസ്ഥാൻ. അവിടാണ് ഈ പറഞ്ഞ അൽഖ്വയ്ദ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ AQIS എന്ന് പറയുന്ന അവരുടെ വിഭാഗം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിട്ടുള്ള ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ ജോയിന്റ് കൊളാബറേഷൻ ആണ്. നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിൽ ഏത് സമയത്തും ഏത് സ്ഥലത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുള്ള ടെറർ അറ്റാക്ക് നടത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പറഞ്ഞ ഗ്രൂപ്പുകളൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരത് ആ ഒരു തലത്തിലേക്ക് അവർ പരിണാമം സംഭവിച്ച് അല്ലെങ്കിൽ അവര് എന്താ പറയുക വികസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല മറ്റു രാജ്യങ്ങളെയൊക്കെ തന്നെ സംബന്ധിച്ച് പാകിസ്ഥാനെ വിട്ടില്ല. കാരണം അത് അവരുടെ നമുക്കറിയാം, പാകിസ്ഥാനും തീവ്രവാദ ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്കറിയാം. അവരുടെ ഭരണകൂടം തന്നെയാണ് പറഞ്ഞ തീവ്രവാദികളെല്ലാം കാലാകാലങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ഇല്ലേ, താലിബാനായാലും അൽഖ്വയ്ദ ആയാലും ഈ പറഞ്ഞ ജെയ്ഷ് ഇ മുഹമ്മദ്, ലഷ്കർ-ഇ-തയ്യബ ഇതുപോലുള്ള ശക്തമായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം ഫണ്ട് ചെയ്തും ആം ചെയ്തും ട്രെയിൻ ചെയ്തും ഇന്റലിജൻസ് കൊടുത്തും ഒക്കെ തന്നെ തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ട് വന്ന പാകിസ്ഥാനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ ഇതിന്റെ ദുരിത ഫലങ്ങൾ അനുഭവിക്കുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കേണ്ട അവരുടെ കർമ്മയുടെ റിസൾട്ടാണ്. പക്ഷെ മറ്റ് മര്യാദയ്ക്ക് ജീവിക്കുന്ന രാജ്യങ്ങളിൽ, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പരുവത്തില് ഈ പറഞ്ഞ തീവ്രവാദ മിലിറ്റന്റ് ഗ്രൂപ്പ്സ് ഒക്കെ തന്നെ വളർന്നു വലുതായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് തികച്ചും ഭീതി പരത്തുന്ന അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥാവിശേഷമായി മാറിയിട്ടുണ്ട്. കാരണം ഇത് ഒരു സ്റ്റേറ്റിന്, കാരണം ഇവരൊരു സ്റ്റേറ്റിനോളം ഇപ്പം നമ്പേഴ്സിലല്ല, കാരണം ഇവര് ആർജിച്ച അല്ലെങ്കിൽ അവര് പിന്നെ പ്രോസസ് ചെയ്യുന്നവരുടെ ഈ പറഞ്ഞ എന്താ പറയുന്നത് ശക്തി ഉണ്ടല്ലോ. കാരണം അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ, പിന്നെ ഇതെല്ലാം ഈ ഗെറില്ല വിങ്സ് ആയതുകൊണ്ട് നമുക്കിപ്പം ഒരു മിലിറ്ററി ടു മിലിറ്ററി, രണ്ട് രാജ്യങ്ങളിലെ മിലിറ്ററികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നവരല്ലല്ലോ ഈ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്കുണ്ടാകും. നമുക്കറിയത്തില്ല ഏത് സമയത്ത് എവിടെയാണ് നമുക്ക് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ വെടിവെപ്പ് ഉണ്ടാകുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഗെറില്ല വാർഫെയർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒളിപ്പോരുകളാണ് എപ്പോഴും നമുക്ക്. അപ്പൊ അതുകൊണ്ടാണല്ലോ പല രാജ്യങ്ങളും ഈ പറഞ്ഞ ടെറർ ഗ്രൂപ്പിനെ ഇഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനോ നമ്മുടെ രാജ്യത്തെ മാവോയിസ്റ്റ് തീവ്ര ഗ്രൂപ്പുകളിലെയൊക്കെ തന്നെ ഇന്ത്യൻ സ്റ്റേറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതല്ലേ. കാരണം നമുക്കറിയത്തില്ല എവിടെ വെച്ചാണ് പിന്നെ കുഴിബോംബ് പൊട്ടുന്നതെന്നോ അല്ലെങ്കിൽ
മൈൻ പൊട്ടുന്നതെന്നോ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നോ വെടിവെപ്പ് ഉണ്ടാകുന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള സമയവും അല്ലെങ്കിൽ അങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ആക്രമണമൊന്നുമില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ തീവ്രവാദ മിലിറ്റന്റ് ഓർഗനൈസേഷൻ എല്ലാം തന്നെ ഗെറില്ല വാർഫെയറിൽ ഏർപ്പെടുന്നുണ്ട്. സ്റ്റേറ്റ് എത്ര പവർഫുൾ ആയാലും നമുക്കതിനെ ഇഫക്റ്റീവായിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. കുറച്ചുകൂടെ നമുക്കവരെ ഒരു പക്ഷേ പിന്നെ അടിച്ചമർത്താൻ കഴിയായിരിക്കും. പിന്നെ അവരെ ഏതെങ്കിലുമൊക്കെ പ്രദേശത്തുനിന്ന് റീമാർജ് ചെയ്ത് റീഗ്രൂപ്പ് ചെയ്ത് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെ വെല്ലുവിളിക്കാൻ വേണ്ടി വരും എന്നുള്ള ഇതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ലോകത്തിലെ രാജ്യങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള സ്വതന്ത്ര ജനാധിപത്യ രാജ്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് നിന്ന് ഇതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്നെ നേരിടുക എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള സംഘടനകളുടെ പിൻബലത്തോടു കൂടി ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നിന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുകയും അവരെ പിന്നെ നമുക്ക് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് അവരെ ഐസൊലേറ്റ് ചെയ്യുകയോ ഒക്കെ തന്നെ ചെയ്യുക എന്നുള്ളത് ലോകരാജ്യങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ പാകിസ്ഥാനെതിരെ അമേരിക്കയുടെ സഖ്യകക്ഷികളൊന്നും തന്നെ കാര്യ കാര്യമായിട്ടുള്ള പിന്നെ എന്താണ് പറയുന്നത് പാകിസ്ഥാനെതിരെ പാകിസ്ഥാന് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കുവാൻ ആ രാജ്യങ്ങൾ തയ്യാറല്ല. കാരണം ഈ പ്രോക്സീസിനെ കൊണ്ട് അവർക്കും ആവശ്യമുണ്ട്. കാരണം പ്രോക്സീസിനെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അവർക്കാണ്. ഒരുപക്ഷെ ഈ അൽഖ്വയ്ദയുടെ ഒക്കെ പിന്നിൽ നമ്മൾ ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളിലെയൊക്കെ പിന്നിൽ ഏറ്റവും ഹിഡനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് തന്നെ ഡീപ് സ്റ്റേറ്റുകളായിരിക്കാം എന്നത് വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്തിന് വളരെ കോഷ്യസ് ആയിട്ട് മുമ്പോട്ട് നീങ്ങുക എന്നുള്ള മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്തരം ഭയങ്കര നമുക്ക് ഈ ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ